الحمد لله رب العالمين الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل وسلم على طلحة الحق بالحق كنز الأعظم إفاضتك منك إليك إحاطة النور المطلسم صلى الله عليه وعلى آله صلاة تعرفنا بها إياه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. قال سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم: من ترك صلاة الفجر تبرأ منه الإيمان ومن ترك صلاة الظهر تبرأ منه الأنبياء والمرسلين ومن ترك صلاة العصر تبرأ منه الملائكة المقربون إلى آخر الحديث. صدق رسول الله. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമളാനു ശരീഫിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് അടിമകളിൽ ഒരാൾക്കും നൽകാൻ സാധിക്കാത്ത അത്രയും വലിയ മഹത്വമേറിയ ഒരു ഔദാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൂട്ടുകാരോടോ അയൽവാസികളോടോ നാട്ടുകാരോടോ ബന്ധപ്പെട്ടവരോടോ പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകും. പക്ഷേ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് പുറത്തു തരിക എന്നത് അതാരെ കൊണ്ടും ഒരാൾക്കും സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് ഖാലിഖായ റബ്ബിന് മാത്രം സാധിക്കുന്ന ഒന്നുകൂടിയാണ്. അതാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. മഗ്ഫിറത്തിനെ പറ്റി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെയെല്ലാം സംസാരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മഗ്ഫിറത്തിലേക്ക് പെട്ടെന്ന് ചെല്ലാനാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഒരു ഒയന്ന പോക്ക് പോണ്ട, വസാരിയൂ എന്നാണ് പല സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പെട്ടെന്ന് ചെല്ലണം. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ചെല്ലണേ. അഥവാ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന അതിമഹത്തായ വലിയൊരു ഔദാര്യമാണ്. അതിൻ്റെ പിന്നിലാണ് ഇബ്ലീസ് പോലും തോറ്റുപോയത്. അള്ളാഹു നമുക്ക് നൽകുന്ന ആ മഗ്ഫിറത്ത് കൊണ്ടാണ് ആര് പോലും തോറ്റുപോയത്? ഇബ്ലീസ് പോലും തോറ്റുപോയത്. കാരണം അത്രയും വലിയ മഹത്വമേറിയ ഒരു സംഭവമാണ്. ചില സംഗതികൾ അങ്ങനെയാണ്. ഇസ്തിഗ്ഫാർ അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അതും അതിൽപ്പെട്ടതാണ്. കാരണം ഈ അഖില ലോക ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കമുള്ള എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിൻ്റെയും അന്തസത്തയാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം നമുക്കത് പറയുമ്പോൾ 28 അക്ഷരേ കാണൂ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അക്ഷരേ കാണുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത്. പക്ഷേ ആ ഒരൊറ്റ കലിമത്തിൻ്റെ സംസ്ഥാപനം ലോകത്ത് നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരെ. അപ്പം അതിൽ നിന്ന് വാക്യങ്ങൾ കണ്ട് ഊഹിച്ചാൽ മതി. ഒരാൾക്കോ 10 ആൾക്കോ എടുത്താൽ പൊന്തണതാണോ അപ്പം അത്? അല്ല.
അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു ഇവിടെ കൊണ്ടുവന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ സംസ്ഥാപനത്തിനാണ്. അതുകൊണ്ടല്ലേ ഹബീബായ മുത്തനബിയും പറഞ്ഞത് അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യത്തെ പ്രവാചകർ ആദം നബി അലൈഹിസ്സലാം, അവസാനത്തെ പ്രവാചകർ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും വന്നത്, മുസ്തഫ നബി തങ്ങൾ വരെയുള്ള സകല പ്രവാചകന്മാരും ഇവിടെ വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ സംസ്ഥാപനത്തിനാണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷം ആദം നബി അലൈഹിസ്സലാമിൻ്റെയും എത്രയോ കാലങ്ങൾ കഴിഞ്ഞു വന്ന നമ്മുടെ നേതാവായ ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ലോകത്തോട് പറഞ്ഞതെന്താണ്? അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ആ പ്രവാചകന്മാർ മുഴുവനും വന്നത് ഇതിനാണ് എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഞാനും എനിക്ക് മുന്നേ കഴിഞ്ഞു പോയ 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാചകം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ആ കലിമ സന്തോഷത്തോടെ പറഞ്ഞു മരിക്കാൻ ഈ മജ്ലിസിൽ നമ്മൾ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നബി തങ്ങൾ പറയാണ്, ഞാനും എനിക്ക് മുന്നേ കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ലോകത്തോട്. പക്ഷെ ആ പറഞ്ഞതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ മെസ്സേജ് ഏതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിക്കാനും അവസാനം ആ കലിമ സന്തോഷത്തോടെ പറഞ്ഞു മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് മഗ്ഫിറത്തിന്റെ 10-ലല്ലേ നമ്മളുള്ളത്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, നമ്മളൊക്കെ സമാധാനിച്ചു. ഇനി 2 10 നോക്കിയാൽ മതിയല്ലോ അല്ലേ? നമുക്കൊക്കെ നല്ല സന്തോഷമായി. കുറെ ആളുകൾക്ക്, ഈമാനുള്ള ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും. ഈമാനുള്ള ആളുകൾക്ക് വലിയ പ്രയാസമാണ്. ഈമാൻ ഇല്ലാത്തവർക്കോ കുറച്ചോനെ സമാധാനമായി. 1 10 ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 2 നോക്കിയാൽ മതിയല്ലോ, 1 കഴിഞ്ഞല്ലോ. പക്ഷേ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ 10 കഴിഞ്ഞു. ഞാൻ സൂചിപ്പിച്ചല്ലോ, മുസ്തഫ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത് ഒരാളും അമല് കൊണ്ട് രക്ഷപ്പെടൂല്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങളും രക്ഷപ്പെടില്ലയോ? മുത്ത് നബി പറഞ്ഞു, ഇല്ല സ്വഹാബത്തെ, ഞാനും രക്ഷപ്പെടൂല്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളലിൻ. അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടും എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ സ്വഹാബ ഞാനും രക്ഷപ്പെടൂല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാണ്. എന്നാലോ ഹബീബായ നബി തങ്ങൾ റഹ്മത്താണ് അവിടെ പറയുന്നത്. അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. എന്നാലോ റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു. നമുക്ക് റഹ്മത്ത് കിട്ടിയോ അല്ലെങ്കിൽ റഹ്മത്ത് അള്ളാഹു നൽകുന്നവരിൽ നമ്മൾ പെട്ടോ? നമുക്ക് തീരുമാനിക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും സമയമില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, എല്ലാ അമലുകളുടെയും മേലെ നിൽക്കുന്നത് പടച്ച റബ്ബിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറഞ്ഞു മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അള്ളാഹിൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞില്ലേ, രാത്രി തെറ്റ് ചെയ്തവൻ്റെ പാപം പുറത്തു തരാൻ അള്ളാഹു പകൽ സമയത്ത് കൈമലർത്തിയിരിക്കുമെന്നാണ്. എന്താ ഇപ്പൊ സംഗതി? ചിന്തിച്ചു നോക്കണം. നമ്മൾ തെറ്റ് ചെയ്യാം, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണല്ലോ തെറ്റ്. എന്നിട്ട് നമ്മളത് ചെയ്തിട്ട് നമ്മളത് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ പുറത്ത് തരാൻ വേണ്ടിയിട്ട് അള്ളാഹു കാത്തിരിക്കുക. നമ്മളെ മക്കളൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു കുസൃതി കാണിച്ചിട്ട് അതാകെ പ്രശ്നമായിട്ട് നമ്മളോട് വന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഇജ്ജായിട്ട് ഉണ്ടാക്കിയതല്ലേ, ഇജ്ജനാണ് തീരുമാനമായി കളയാറി. പിന്നെ നമ്മളൊന്ന് നോക്കും എവിടേക്ക് അതിൻ്റെ പോക്ക്. തല നാട്ടിൽ കൊണ്ടുപോണ കേസാണ് നമ്മൾ ഇടപെടും അല്ലേ? അപ്പോ അള്ളാഹു എന്ത് ചെയ്യുന്നു? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി അടിമകളായ നമ്മൾ ചെയ്യുമ്പോൾ അത് പുറത്തു തരാൻ വേണ്ടി റബ്ബ് നമ്മളോട് എന്ത് ചെയ്യുന്നു? കൈമലർത്തിയിരിക്കുകയാണ്. ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടോ? അവർക്ക് നൽകാം. ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ? അവിടെ പാപം പുറത്തു കൊടുക്കാം. അതാണ് അള്ളാഹു ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ് എന്ന് പറയുന്നത് വെറുതല്ല. നമ്മളൊക്കെ ഖുർആൻ ഓതാറുണ്ട്. ഓരോ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും ഫാത്തിഹയും സൂറത്തും നമ്മളൊക്കെ നമ്മൾ ബിസ്മി ഓതാറുണ്ട്. എന്താണ് ഈ പറയണത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല?
ചിന്തിച്ചിട്ടില്ല. ബിസ്മില്ലാ, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ ആരംഭിക്കുകയാണ്. അർ-റഹ്മാൻ. എന്താണ് റഹ്മാൻ എന്നതിൻ്റെ വിവക്ഷ? ഈ ലോകത്ത് അള്ളാനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാതെ തമ്മാടികളായി നടക്കുന്ന ആളുകൾക്കും അള്ളാന്റെ കാരുണ്യം ഒരുപോലെ കൊടുക്കുന്ന റബ്ബ്. ശരിയല്ലേ? നമ്മൾ ദൂരസ്കരിച്ചിട്ടില്ല, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങാത്ത പ്രശ്നമില്ല. നമ്മൾ അസംസ്കരിച്ചിട്ടില്ല, ശ്വാസം എടുക്കുമ്പോൾ കിട്ടാത്ത പ്രശ്നമില്ല. അതാണ് പടച്ച റബ്ബിൻ്റെ കാരുണ്യം. എന്നാലോ അർ-റഹീം, അവിടെ പിന്നെ കാറ്റഗറി മാറിപ്പോവാണ്. ഇവിടെ നല്ല രീതിയിൽ നടന്നവർക്ക് മാത്രം അവിടെ ചെല്ലുമ്പോൾ ചില പ്രത്യേകമായ പരിഗണനയൊക്കെ കിട്ടും. അതാണ് അള്ളാഹുവിൻ്റെ സ്വർഗം, പടച്ച റബ്ബിൻ്റെ ലിഖാ. അള്ളാഹു നമുക്കത് തരട്ടെ. അപ്പോൾ അള്ളാഹുവിന് എതിരായ പ്രവൃത്തി ചെയ്യുന്ന നമ്മൾ ആ ചെയ്ത പ്രവൃത്തി റബ്ബ് പുറത്തു തരാൻ വേണ്ടി റബ്ബ് തന്നെ സന്നദ്ധത കാണിച്ചിട്ട് എന്ത് ചെയ്യുക? തയ്യാറായിരിക്കുക. ചോദിക്കാൻ നമുക്ക് നേരമില്ല. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഗ്ഫാറിനെ പറ്റിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ പറ്റിയും പറഞ്ഞതെന്താണ്? ഫഅക്തിറൂ മിൻഹുമാ, അത് രണ്ടിനെയും നിങ്ങൾ ധാരാളമായി അധികരിപ്പിച്ചോളൂ. ഏതിനെ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതുപോലെ തന്നെ അത് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ആ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് മാത്രമല്ല, അതിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം വ അതൂബു ഇലൈഹി എന്നത് പെടും. അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബിൻ അദ്നബതുഹു അംദൻ വ ഖതഅൻ ലാഹിറൻ വ ബാത്തിനൻ ഖൗലൻ വ ഫിഅലൻ എന്ന് പറയുന്ന അത് പെടും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ലക്ഷക്കണക്കിന് പാപം പൊറുപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റ ക്യാപ്സൂൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ചെല്ലാൻ നമുക്ക് നേരമില്ല. കുറച്ച് കടുപ്പുള്ള ഒരു അവസ്ഥയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു എന്ന് തുടങ്ങുന്ന ഒരു ദീർഘമായ ഒരു ഇസ്തിഗ്ഫാർ. ലക്ഷക്കണക്കിന് പാപം പൊറുക്കുന്ന നമ്മൾ ഇസ്തിഗ്ഫാർ നമുക്ക് തിരിഞ്ഞു നോക്കലില്ല. കാരണം എന്താ? നമ്മൾ അത്രയും വലിയ മുത്തഖീങ്ങൾ, അവർ തെറ്റും ചെയ്യാത്തവരാ. അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും. ഇസ്തിഗ്ഫാറിൽ ഈ പറയപ്പെട്ട എല്ലാം പെട്ടു. വെറും അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നത് മാത്രമല്ല, എന്തെല്ലാം ഇസ്തിഗ്ഫാറുകളുണ്ടോ അതെല്ലാം പെട്ടു. ആ ഇസ്തിഗ്ഫാറിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹയെയും ഫഅക്തിറൂ മിൻഹുമാ, അത് രണ്ടിനെയും നിങ്ങൾ ധാരാളമായിട്ട് അധികരിപ്പിക്കണേ. അപ്പോൾ 1000 എണ്ണം ചൊല്ലിയാൽ അത് അധികമാവോ? ആവൂല. 10,000 ചൊല്ലിയാൽ അധികമാവോ? ആവൂല. കോടിക്കണക്കിന് ചൊല്ലിയാലും അത് അധികമാവൂല. കാരണം എന്തേ? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ രോമം അള്ളാഹു നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്തതിന് പകരമായി 500 കൊല്ലം ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്താലും ആ ഒരു രോമം അള്ളാഹു അവിടെ വെച്ചതിന് പകരാവൂല എന്നാ. എന്നിട്ടല്ലേ നമ്മളെ ഈ ഒരു 70-80 കൊല്ലത്തെ ഈ തോന്നുമ്പോഴുള്ള നിസ്കാരം, ആ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ കോലെന്താ? അള്ളാഹു നമ്മളെ അമലിലെ പോരായ്മകളൊക്കെ പുറത്തു തരട്ടെ. കാരണം നിങ്ങളെക്കാട്ടി ബേജാറ് എനിക്കുണ്ട്. കാരണം തലയിഞ്ചൻ ഞാനാണല്ലോ. തലയിഞ്ചൻ ഞാനാകുമ്പോൾ നിങ്ങളെക്കാട്ടിയും ബേജാറ് എനിക്കുണ്ട്. നിങ്ങളെ നിസ്കാരം കാണുമ്പോൾ, ചില വിഷയങ്ങൾ കാണുമ്പോൾ, ചില ഒതു കൊടുക്കൽ കാണുമ്പോൾ, ചില കാല് കഴുകലുകൾ കാണുമ്പോൾ, ബാത്റൂമിൽ പോയിട്ട് ചില ആളുകൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ, അള്ളാഹു നല്ല രീതിയിൽ ചിന്തിച്ച് നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെയും ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നതിനെയും എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഇസ്തിഗ്ഫാർ പല രീതിയിലുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെയും ഫഅക്തിറൂ മിൻഹുമാ, അത് ധാരാളമായിട്ട് അധികരിപ്പിച്ചോളൂ. എന്താണ് അത് അധികരിപ്പിച്ചാൽ കിട്ടുന്ന മെച്ചം? കേട്ടോളൂ. ഫഇന്ന ഇബ്ലീസ അലൈഹി ലഅന, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ട. ഇബ്ലീസിന്റെ പേര് കേട്ടാൽ ലാനത്തുല്ലാഹി അലൈഹി എന്നാ പറയേണ്ടത്. ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി പറയാണ്. വലിയ സങ്കടത്തിലാ മൂപ്പര് വലിയ സങ്കടത്തിലാ. എന്തേ പറഞ്ഞത്? അഹ്ലത്തുന്നാസ ബിദ്ദുനൂബി വൽ മആസി, ഞാൻ ജനങ്ങളെ വഴി പിഴപ്പിക്കല് തമ്മാടിത്തരം കൊണ്ടും തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. ഇബ്ലീസ് പറയാണ്. എന്താ പറയണത്? അഹ്ലത്തുന്നാസ ബിദ്ദുനൂബി വൽ മആസി. മൂപ്പര് കാര്യം സമ്മതിച്ചു. ഞാൻ ആൾക്കാരെ പിഴപ്പിക്കല് എന്തുകൊണ്ടാണ്? എന്തെങ്കിലുമൊക്കെ ആറാം പുറപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. അതിനുള്ള മൂപ്പര് ചെയ്യിപ്പിക്കണതും. എന്നിട്ടോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാശത്തിന്റെ കുഴി തോണ്ടുന്നത് നമ്മൾ തന്നെയാണ്. ജനങ്ങളെ മുഴുവനും ഞാൻ പിഴപ്പിക്കല് എന്തെങ്കിലുമൊക്കെ തെറ്റും ദോഷങ്ങളൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾക്കുള്ള കുഴി നമ്മൾ തന്നെയല്ലേ തോണ്ടുന്നത്.
ഇബ്ലീസ് പറയാണ് അഹ്ലക്തുന്നാസ ബിദ്ദുനൂബി വൽ മആസി, ജനങ്ങളെ ഞാൻ നശിപ്പിക്കുന്നത് തെറ്റുകൊണ്ടാണ്, തമ്മാടിത്തരങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രേരണ കൊടുത്തുകൊണ്ടാണ്. നല്ലത് ചെയ്യാൻ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ നിസ്കരിക്കാൻ വരുന്നതിന് പകരം, നിസ്കാരം നിർവഹിക്കുന്നതിന് പകരം എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടുകൂടിയിരുന്ന് അങ്ങനെ സംസാരിച്ച് സമയം കളയുക, ഇതെല്ലാം ഇബ്ലീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ടോ ഇബ്ലീസ് പറയുകയാണ്, ഞാൻ ആളുകളെ നശിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യഭിചാരം ചെയ്യാൻ, മദ്യപിക്കാൻ, ലഹരി ഉപയോഗിക്കാൻ, നിസ്കാരം നഷ്ടപ്പെടുത്താൻ, മൂത്തവരെ ബഹുമാനിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ, മാതാപിതാക്കളോട് കരുണയില്ലാതെ പ്രവർത്തിക്കാൻ, ഇങ്ങനെ ഇതെല്ലാം ഞാൻ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. എന്താ സങ്കടം? ഇബ്ലീസിന്റെ പരാജയം എന്താണ്? ജനങ്ങളെ ഞാൻ അങ്ങനെ നശിപ്പിക്കുന്നു. എന്നിട്ടോ ഇബ്ലീസ് പറയാണ്, ഞാൻ ഓർക്ക് നല്ല പണി കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ച് പണി തരാണ്. എന്തേറ്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും. അപ്പൊ ഇബ്ലീസിനെ തുരത്താൻ പറ്റിയ ഒരൊറ്റ കെമിക്കലാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും. ഇത് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ കിട്ടൂലട്ടാ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ പവർ നോക്കണം നിങ്ങൾ. ഇബ്ലീസ് പറയാം, ഞാൻ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് ഇങ്ങനെ കൊടുത്ത് പള്ളിയിൽ കണ്ട് പോകുമ്പോഴേക്കാരും കൂട്ടുകാരൻ വന്നിട്ട് ബാങ്ക് വണ്ടി 30 വരാൻ തന്നെയാണ് പോകല്. ആ ളുഹർ പോയി, ആ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ആ ളുഹറിന് എന്ത് ചെയ്യും, ഒരു പക്ഷെ നഷ്ടപ്പെട്ടേക്കാം. ഇത് എല്ലാവർക്കും ഇത് ബാധകമാണെന്നല്ല പറയണത് കേട്ടോ. കൃത്യമായി ജമാഅത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ സംഗതി ഒന്നും ബാധകമല്ല. എല്ലാവർക്കും അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കും വേണ്ട. അപ്പോ ഇബ്ലീസ് പറയാൻ, ഞാൻ അവരെങ്ങനൊക്കെ നശിപ്പിക്കാൻ നോക്കുമ്പോ അവരെന്നെ നശിപ്പിക്കുകയാണ്. ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അവര് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇബ്ലീസിനെ നശിപ്പിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയും അതുപോലെ ഇസ്തിഗ്ഫാറും നമ്മളെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് സാധിക്കുന്നതാണ്. എന്നിട്ട് ഇബ്ലീസ് പറയുകയാണ്, ആളുകൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്തിഗ്ഫാർ കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുമാണ്. ഇതിൽ ഞാൻ അങ്ങ് പൊറുതിമുട്ടിപ്പോയി, ഞാൻ വല്ലാത്ത പ്രയാസത്തിലായി പോയി. ആളുകൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടും ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ഫലമ്മാ റഅയ്തു ദാലിക അഹ്ലക്തുഹും ബിൽ ഹവാ, ഇതൊക്കെ ഞാൻ അങ്ങനെ കണ്ടപ്പോ ഞാൻ ആകെപ്പെട്ടല്ലോ. കാരണം എന്താ, ഞാൻ ഇവർക്ക് എങ്ങനെങ്കിലൊക്കെ ഇവരെ സ്വീപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് വരും. പിന്നെ ഞാൻ ആ ഭാഗത്ത് പോവില്ല. അങ്ങനെ ആരുടെ അടുത്തേക്കും ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ മൂപ്പരെന്ത് ചെയ്തു, നമ്പറൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ തുടങ്ങി. ആര്? ഇബ്ലീസ്. പിന്നെ ഇബ്ലീസ് ചെയ്യുന്നത് എന്താണ്? ഫലമ്മാ റഅയ്തു ദാലിക, ഈ ആളുകൾ ഇങ്ങനെ അള്ളാന്റെ അടിമകളാകുന്ന നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസിന്റെ ജോലി ചെയ്യാൻ അവനിക്ക് സാധ്യമാകാതെ വന്നപ്പോൾ ഇബ്ലീസ് തീരുമാനിച്ചത് എന്താണ്? അഹ്ലക്തുഹും ബിൽ ഹവാ, തടീച്ചകളോടുള്ള പ്രേരണ കൊടുത്തുകൊണ്ട് അവരെ അങ്ങ് നശിപ്പിക്കുകയാണ്. അഥവാ നിസ്കരിക്കാതിരിക്കാൻ, നിസ്കാരത്തിന് നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കൂല. നിസ്കാരം ളുഹർ ബാങ്ക് കൊടുത്തു, നമുക്ക് പ്രത്യേകമായി ജോലിയോ തിരക്കോ മറ്റൊന്നുമില്ല, എന്നാലും നമ്മൾ പള്ളിയിൽ പോവില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് തൊട്ടു നോക്കൂല. അള്ളാനെ വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കൂല. അങ്ങനെ എന്തെല്ലാം തിന്മകളുണ്ടോ, 4 പേര് കൂടിയിരുന്നൊരു ഹറാമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പോലും അതിൽ നിന്ന് അത് വേണ്ട എന്ന് സംസാരിക്കാൻ, തിന്മയ്ക്ക് എതിരെ വിരൽ ചൂണ്ടുന്ന ഒരാളുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണല്ലോ ഇന്ന് മാതാപിതാക്കൾ കൂടുതൽ ദുഃഖിക്കേണ്ടി വന്നത്. നാടും ഒരുപാട് പ്രയാസം
പ്രയാസത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞത്, ഞാൻ അവർക്ക് അവരുടെ ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നിപ്പിക്കും. അഥവാ അവർക്ക് വ്യഭിചരിക്കാനും മദ്യപിക്കാനും ഹറാമുകൾ ചെയ്യാനും മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയാനും ഫസാദ് പറയാനും ഒക്കെ അവർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. അതിനാണ് ഹവ എന്ന് പറയുക. ശരീരം എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത് ആ കൽപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ ഇബ്ലീസ് നമുക്ക് പ്രേരണ തരുമെന്നാണ്. അപ്പോൾ ഇബ്ലീസ് നമ്മളെ ചെവിയിൽ വന്നത് ഇങ്ങനെ പറയുന്നല്ല, ഇന്ന ശൈത്താന ലയജ്രി മിനൽ ഇൻസാനി മജ്റ ബനി ആദം. മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തം സഞ്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം സഞ്ചരിക്കാൻ ഇബ്ലീസിന് സാധ്യമാണ്. അവിടെയെല്ലാം സഞ്ചരിക്കാൻ ഇബ്ലീസിന് സാധ്യമാണ്. അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു, ആളുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും എന്നെ ഇങ്ങനെ തുരത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ മനസ്സിലേക്ക് വേറെ വേറെ ചിന്തകൾ ഇട്ട് കൊടുത്തുകൊണ്ട് ദുനിയാവിൻ്റെ സുഖാഡംബരങ്ങളിലും സൗകര്യങ്ങളിലും സുബ്ഹിയുടെ ബാങ്ക് മുഴങ്ങുമ്പോൾ ബാങ്ക് നമ്മൾ കേട്ടാലും ആ ബാങ്ക് കേട്ടത് മുതലുള്ള ഉറക്കാണ് നമ്മൾ അതുവരെ ഉറങ്ങിയതിനേക്കാളും സുന്ദരമായ ഉറക്ക്. ഇതാരുടെ പണിയാണ്? അത് ഇബ്ലീസിൻ്റെ ജോലിയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്കിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ കേൾക്കുമ്പോ അപ്പുണ്ട് കാൽമ കിടക്കണ പുതപ്പൊക്കെ തലമക്കൂടെ ഇട്ടിട്ട് ഒരു കെടുത്തപ്പ അതിൻ്റെ ഒരു സുഖം ചില്ലറന്നല്ല അല്ലേ? ഇപ്പൊ നമ്മളെ പള്ളിയൊക്കെ സജീവാണ്, സുബ്ഹിക്കൊക്കെ സജീവാണ്. പക്ഷെ അതാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക, അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഇബ്ലീസ് പറയുകയാണ്, ഞാൻ അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇട്ടുകൊടുക്കും. ഇങ്ങനെയുള്ള തടീച്ചകളോടുള്ള താല്പര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴോ അവർക്ക് നമുക്ക് നന്നാവണമെന്ന ചിന്തയുണ്ടാകും. പക്ഷേ അതിന് സാധ്യമല്ല. ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട്, വഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അവർക്ക് നന്നാവണമെന്ന ചിന്തയൊക്കെ ഉണ്ട് മനസ്സിൽ, പക്ഷെ ഞാനതിന് അനുവദിക്കൂല. അവരെ മനസ്സിലേക്ക് ഞാനിങ്ങനെ ഓരോ ചിന്തകൾ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അവർ ആ ചിന്തയുടെ പിന്നാലെ കൂടിപ്പോവുകയാണ്. ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചപ്പോൾ അള്ളാഹുവിനോട് ഇബ്ലീസ് അള്ളാഹിനോട് പറയുന്നുണ്ട്. ഇത് മറ്റൊരു ഹദീസിൽ ഇബ്ലീസ് അള്ളാഹിനോട് പറയുകയാണ്, യാ റബ്ബി ഖാല ഇബ്ലീസു യാ റബ്ബി വബിഇസ്സതിക ലാ അസാലു ഉഗ്വി ബനി ആദമ മാ ദാമത് അർവാഹും ഫി അജ്സാദിഹിം. ആദം സന്തതികളുടെ അഥവാ മനുഷ്യരുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് ജീവനുണ്ടോ ഇബ്ലീസ് എന്ത് ചെയ്യൂല, അടങ്ങി നിൽക്കൂല. അപ്പോ ഞാൻ അവരുടെ ശരീരത്തിൽ റൂഹ് ഉണ്ടെങ്കിൽ അള്ളാഹിനോട് പറഞ്ഞ് ഗ്യാരണ്ടി ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടെന്ന മനുഷ്യൻ ആര്? നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ്. ഞാൻ ആദം സന്തതികളുടെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം അവരെ ഞാനിങ്ങനെ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് സഹോദരങ്ങളെ അല്ലാഹു മറുപടി കൊടുത്തത്, വഇസ്സതി വജലാലി യാ മൽഊൻ. എൻ്റെ പ്രതാപത്തെ തന്നെയാണ്, എൻ്റെ വളർമയെ തന്നെയാണ് സത്യം. യാ മൽഊൻ, എടാ ശപിക്കപ്പെട്ട ഇബ്ലീസേ, തമ്മാടിയായ ഇബ്ലീസേ, ലാ അസാലു അഗ്ഫിറു ലഹും വസ്തഗ്ഫറൂ. നീ അവരെ കൊണ്ട് എന്തൊക്കെ കോപ്രായങ്ങൾ ചെയ്യിച്ചാലും, എന്തൊക്കെ ഹറാമുകൾ അടിമകളെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചാലും, അടിമകൾ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ തെറ്റ് ചെയ്തവരാണെങ്കിലും അവരെന്നോട് പൊറുക്കലിനെ തേടിയാൽ അവർക്ക് ഞാൻ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. ഇപ്പൊ ഇബ്ലീസ് തോറ്റില്ലേ? അവരുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ അവരെ ഞാൻ സ്വീപ്പാക്കുന്നു. അള്ളാഹ് പറഞ്ഞു സ്വീപ്പാക്കിക്കോ. പക്ഷെ അടിമകൾ എന്നോട് പൊറുക്കലിനെ തേടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യൂല, ഒരു സെക്കൻഡ് കാത്തുക്കൂല. അവിടെ പാപങ്ങൾ അള്ളാഹ് പുറത്തു കൊടുക്കും. ഇത് ഇബ്ലീസും പടച്ച റബ്ബും തമ്മിലുള്ള ഒരു വാഗ്വാദമാണ്. അള്ളാഹു ഇങ്ങനെയൊക്കെ പറയണം, എന്നാലോ അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ നമുക്ക് നേരമില്ല. പൊറുക്കലിനോട് ചോദിക്കാൻ നമുക്ക് സമയമില്ല. സലാം അങ്ങോട്ട് പോയിട്ട് സലാം പോയിട്ടാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായതുകൊണ്ടാണ് അതുവരെ കാത്തിരിക്കണം. ഇനി ഇരുന്നേക്ക് എണിച്ച് പോയിട്ടുണ്ടാവും.
സലാം പൂട്ടുക എന്നൊരു സംഗതി നിസ്കാരത്തിലൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അത്രയും സമയം ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ നിസ്കാരത്തിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡാറ്റ ഓണാക്കിയിട്ട് പോയിട്ട് മെസ്സേജ് അയക്കും പുറത്തു പോയിന്നിട്ട്. നമുക്ക് സമയമില്ല, നമ്മൾ സംഭവമല്ലേ എന്തെന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് സമയം വളരെ വിലപ്പെട്ടതാണ്. ഇനി നമ്മൾ ഉറക്കം നടിച്ചിട്ട് എന്ത് ചെയ്യണ്ട, സമയം വെറുതെ ചെലവഴിക്കണ്ട. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ, അള്ളാഹുവും ഇബ്ലീസും തമ്മിലുള്ള ഈ ചർച്ചയിൽ എന്താ ഇപ്പം നമുക്ക് മനസ്സിലായത്? ഒരു രണ്ടാളും ഇങ്ങനെ കുറച്ചേരം വർത്താനം പറഞ്ഞാൽ മനസ്സിലായത്, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കലാണ് തെറ്റ്. ആ തെറ്റ് പൊറുക്കലിന് തേടുന്നവനക്ക് പുറത്തു കൊടുക്കാൻ അള്ള തന്നെ തയ്യാറായിട്ട് എന്ത് ചെയ്യാണ്, ഇന്നല്ലാഹ യബ്സുത്തു യദഹു ബില്ലൈൽ, രാത്രി കൈമലർത്തിയിരിക്കുകയാണ്. പകലെന്തെങ്കിലും വിടായ്പ ചെയ്തവൻ അള്ളാഹിനോട് പുറക്കലിനെ തേടുന്നുണ്ടെങ്കിൽ പുറത്തു കൊടുക്കാൻ. അങ്ങനെ രാത്രി തെറ്റ് ചെയ്തവൻ്റെ തിന്മ പുറത്തു കൊടുക്കാൻ വേണ്ടി പകല് ചെയ്തവൻ്റെത് പുറത്തു കൊടുക്കാൻ രാത്രിയിലും അള്ളാഹു എന്ത് ചെയ്യാണ്, ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ചോദിക്കാൻ നമുക്ക് നേരമില്ല എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ എന്താണ്? അതുപോലെ തന്നെ ഇബ്ലീസ് പറയാം, കാലാകാലം ആദമിൻ്റെ മക്കളുടെ ശരീരത്തിൽ റൂഹുള്ള കാലം അവരെ ഞാൻ സ്വയ്പാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അള്ള പറഞ്ഞു, ഇജ്ജ് ആ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കും. എന്താണത്? അടിമകൾ എന്നോട് പൊറുക്കെല്ലാം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്ഫിറുലഹും, ഞാൻ അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ്. അല്ലാഹു നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മളാരും പാപം ചെയ്യാത്തവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ ചിന്തകളും നമ്മുടെ നോട്ടങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എന്താണ്, തിന്മകളിലൂടെ. ഇന്ന് കാലഘട്ടം അങ്ങനെ ആയി മാറിപ്പോയി. അതുകൊണ്ട് ഇവിടൊക്കെ സമയം നമ്മൾ വളരെ വിലപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. അള്ളാഹു അടിമകളാകുന്ന നമ്മളോട് നമുക്ക് പുറത്തു തരാൻ വേണ്ടി എത്രയോ തയ്യാറാണ്. ഒരു തീരുമാനം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ മതി. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ചരിത്രം. ഒരു ചെറുപ്പക്കാരൻ കള്ളിൻ്റെ കുപ്പി പൊന്നാനിയിലും തിരൂരൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് മടിയിൽ കുത്തിയിട്ടുണ്ടൊരു വരവ്. ഒരിക്കൽ ബൈക്കായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരാളങ്ങനെ കൈ കാണിച്ചു. മൂപ്പരൻ്റെ അന്ന് ബൈക്ക് ഉണ്ടായിരുന്ന സമയം. ബൈക്കുമ്മ കയറാൻ കാലും കണ്ട് പൊന്തിച്ചേക്കും, ഒരു സാധനം താഴത്ത് കണ്ട് പോകണു. എന്ത് ചെയ്യുന്നു? സംസം വെള്ളമായിരുന്നു. അല്ല, പെർമിറ്റിൻ്റെ മണ്ണെണ്ണയല്ല, സാധനം എന്ത് ചെയ്യുന്നു? മദ്യമായിരുന്നു. അത് ബീവറേജിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ഏതായാലും വണ്ടി ചവിട്ടില്ല, കുറേ ഇപ്പുറത്തു നിന്നാണ് എന്ത് ചെയ്യണത്, അന്നാരക്ക് തിരിയുന്ന റോഡില്ലേ, അതിനവിടെ സ്ഥലത്തിന് എന്താ പറയുന്നത് അറിയില്ല, അവിടെ നിന്ന്. അപ്പോൾ ഇത് തലങ്ങും വിലങ്ങും തിരികിയിട്ടാ വരണം എന്നതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. മൂപ്പര മടിയിലും സാധനം ഉണ്ടായിരുന്നു. മദ്യം ഇങ്ങനെ അരയിൽ തിരികിയിട്ട് ഒരു വഴിയിൽ നിന്ന് ഇങ്ങനെ വരിക. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും, ഇബ്ലീസ് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വൈക്കക്കൂടെ പോകുമ്പോൾ വേറെ വൈക്കക്കൂടെ മാറിപ്പോകുന്ന പറഞ്ഞു. എന്നിട്ടല്ല പിന്നെ നമ്മൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വഴിയിലേക്ക് പ്രവേശിച്ച ഇബ്ലീസിനത് അവിടെ അറിയും. പിന്നെ മൂപ്പര് ആ റോട്ടുമ്മ കൂടെ അയക്ക് കണക്ഷനുള്ള റോട്ടുമ്മ കൂടെ തന്നെ വരില്ല. എന്നിട്ടല്ലേ അത്ര പേടിയിരുന്നാരെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വഴിയിൽ നിന്ന് അങ്ങോട്ടും, ഒരു ചെറുപ്പക്കാരൻ മദ്യത്തിൻ്റെ കുപ്പി തൻ്റെ മടിക്കുത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടും വന്നു. നേരെ രണ്ടുപേരും കൂടി കണ്ടുമുട്ടിയ സമയത്ത് ഓനക്ക് ഉറപ്പാണില്ല, എൻ്റെ കഥ ഇതോടുകൂടി ഇവിടെ തീർന്നെന്നുള്ളത്. മനസ്സുറപ്പിച്ചിട്ട് റബ്ബിനോടുണ്ട് പറഞ്ഞു, പടച്ചോനെ ഈ ഉമറിൻ്റെ മുമ്പിൽ ഇന്നെ ജിപ്പ കഴിച്ചിലാക്കിയാൽ ഇഞ്ഞിൻ്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്യൂല. എന്താ പറഞ്ഞ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഇന്നപ്പജി രക്ഷപ്പെടുത്തി തന്ന റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യൂലായിരുന്നു. ഓരോരോ തീരുമാനങ്ങൾ നോക്കണം നിങ്ങൾ. ആ ഉറച്ച വിശ്വാസവും റബ്ബും തമ്മിൽ മറല്ല. റബ്ബ് അതാണ്ട് കബൂലാക്കി. ഈ ചോദിച്ച് ഉത്തരം പറയുന്നതിൻ്റെ മുന്നേ ആ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇനിയൊരു തെറ്റും ഞാൻ ചെയ്യൂല എന്നൊക്കെ തീരുമാനിച്ച്, പടച്ചോനെ ഇന്നെ ഇവിടെ കഴിച്ചിലാക്കിയാലും ഞാൻ ഇനി ഒരു തെറ്റിലേക്കും തിരിച്ചു പോകൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്, എന്താ എൻ്റെ മടിയിൽ എന്ന്. ആ ചോദ്യം ചോദിച്ച ഉടനെയാണ് പടച്ചോനെ പെട്ടല്ലോ, ഇവിടെ ജിന്നെ കഴിച്ചിലാക്കിയ റബ്ബ് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യൂല എന്നൊരു തീരുമാനം ആ ചെറുപ്പക്കാരനെടുത്തു. എന്നിട്ട് പറഞ്ഞു, അത് സുർക്കയാണ് കാര്യം. എന്താ പറഞ്ഞ്? അത് സുർക്കയാണ് കാര്യം. നോക്കട്ടെ കാണിച്ചാ അറിഞ്ഞു പെട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്നാ നോക്കട്ടെ അറിഞ്ഞു. ആ ചെറുപ്പക്കാരൻ അതെടുത്തിട്ട് കൊടുത്തു നോക്കുമ്പോ ആ മദ്യം സുർക്കയായി മാറിയിട്ടുണ്ട്. എന്തേ അതിൻ്റെ കാരണം? പടച്ച റബ്ബ് കബൂലാക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഒരു തീരുമാനം റബ്ബിൽ കണ്ട് കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദോരക്കൊക്കെ ചെയ്യും. നമ്മൾ ചിലപ്പം തഹജ്ജുദൊക്കെ നിസ്കരിച്ച് 3 മണിക്കും 2 മണിക്കൊക്കെ എണീച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ദോരക്കൊക്കെ ചെയ്യും. പടച്ചോനെ
എൻ്റെ പാപങ്ങളൊക്കെ ഇജ്ജ് പുറത്തുണ്ടല്ല. അപ്പോൾ നമ്മളെ ചിന്ത പോണത് കൊടുക്കാം, ഇനിയിപ്പോൾ ഒന്നും ഡീസൽ കടാവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒന്ന് വൈകുന്നേരം കൂട്ടാൻ എന്താ വാങ്ങുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആ എന്ന് പറയുന്നത് അടിമയുടെയും ഉടമയുടെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവാൻ പാടില്ല. കൽബ് നേരെ റബ്ബിനാണ്ട് കൊടുക്കണം. അപ്പോൾ ആ ചെറുപ്പക്കാരൻ അതോടുകൂടി നന്നായി. എന്തേ കാരണം? തീരുമാനമെടുത്തു, ഉമറിൻ്റെ മുമ്പിൽ റബ്ബ് ജിന്നപ്പം കഴിച്ചിലാക്കിയാൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്യൂല. അള്ളാണ്ട് കഴിച്ചിലാക്കി കൊടുത്ത്. ആ റബ്ബിന് നമ്മളെയും കഴിച്ചിലാക്കിക്കൂടെ? എന്തെങ്കിലും തണുത്ത് പറ്റ ഐസായ അള്ളാഹു നമ്മളെ കഴിച്ചിലാക്കി തരട്ടെ. അപ്പോൾ ഇതാണ് അവസ്ഥ. ദുആ ചെയ്യുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ റബ്ബിനെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ വേറെ എവിടെയാണ്. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നോമ്പ് ഇപ്പം എത്ര, എന്നപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവുക, ഈ ചിന്താഗതിയിലാണ് നമ്മളെ നിസ്കാരം നടക്കുന്നത്. അള്ളാഹു നമ്മളെ കൽബിലൊക്കെ ഈമാൻ തരട്ടെ. ഈമാനിൻ്റെ നൂറ് നമ്മളെല്ലാവരുടെ കൽബിലുണ്ട്. എല്ലാവരുടെ കൽബിലും ഈമാനിൻ്റെ നൂറുണ്ട്. അതാണല്ലോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ മുസ്ലിമിനെ പറ്റി പറഞ്ഞില്ലേ, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ എന്ത് ചെയ്യും? മുനീബ, അവനെന്ത് ചെയ്യും? അവൻ്റെ രോഗങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യവാനായി മാറും. ഒരു തമ്മാടിയായിട്ട് അറാംപുറപ്പിൽ മാത്രം മുങ്ങിക്കുളിക്കുന്ന ഒരു ദോഷിയായ മനുഷ്യൻ്റെ മുഖത്തേക്ക് യഥാർത്ഥ മുസ്ലിം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ റജഅതബി മദ്ദിഹിം അബ്ദം മുനീബ, ആ നോട്ടം കൊണ്ട് അവൻ നന്നായി പോരുന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചങ്ക് പൊട്ടി വയലൊന്നും പറയണ്ട, ആ നോട്ടം മതി. ഇത്രയും അധ്വാനിക്കേണ്ടി വരണം എന്തുകൊണ്ടാ? നമ്മളെ കൽബിലെ ഈമാൻ്റെ ഊക്കൊണ്ടാണ്. മനസ്സിലാവണുണ്ടോ? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരട്ടെ. അതുകൊണ്ട് അടിമയുടെയും ഉടമയുടെയും ഇടയിൽ മറ്റൊരു മറയുമില്ലാതെ നേരെ കൊടുക്കണം നമ്മൾ. അപ്പം ശരിക്കും കിട്ടും. ഖൗല ബിൻത് സാലബ റളിയല്ലാഹു, ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ ചരിത്രങ്ങളാണ്. ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹയെ തൻ്റെ ഭർത്താവാകുന്ന ഔസ് ബിൻ സാമിത്ത് ലിഹാർ ചെയ്യാണ്ടായ, ലിഹാർ എന്ന് പറഞ്ഞ തൊലാക്ക് പോലത്തെ മറ്റൊരു വശം, അത് ചെയ്യാണ്ടായ കാരണം എന്തേ? പെരയിൽ വന്നിട്ട് പെരൻ്റെ പുറത്ത് നിന്നിട്ട് കൊലായ്മ നിന്നിട്ട് വിളിച്ചു. എന്തേ വിളിച്ചത്? ഖൗല ബിൻത് സാലബയുടെ ഭർത്താവാകുന്ന ഔസ് എന്നവർ വിളിച്ചു, ഖൗല ഉറങ്ങല്ലേ അല്ലേ? നമ്മളെ ഭാര്യമാര് നമ്മൾ വരുമ്പോൾ ഓരോറങ്ങിക്കാനാ. ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹ ഉറങ്ങല്ല. പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ട് അള്ളാ എന്ന ചിന്ത കൽബിൽ കണ്ട് വന്നിട്ട് റബ്ബും ഖൗല ബിൻത് സാലബയുടെ കൽബും തമ്മിൽ അണ്ട് കണക്ഷനായി. അതിൽ പുതിയാപ്പളെ വിളിച്ചത് കേട്ടില്ല. നിങ്ങളെന്താ വിചാരിച്ച്? ഓള് ചിലപ്പോൾ മൊബൈൽമ കളിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ല, അത് നമ്മളെ ഭാര്യമാർ. ഖൗല ബിൻത് സാലബ റളിയല്ലാഹു തആല അൻഹ കേട്ടില്ല. കുറെ സമയം ദുആക്ക് അവസാനിപ്പിച്ച് ഭർത്താവ് വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോൾ മുഖമൊക്കെ അങ്ങനെ ചോപ്പിച്ചിട്ട് അങ്ങനെ ദേഷ്യത്തോടെ കൊലായ്മയിരിക്കണം. ആര്? ഔസ് എന്നവര് ഭർത്താവ്. നമ്മളാണെങ്കിലോ സുബ്ഹാന ജല്ല മീറാബ് എന്ന് പറയാൻ പറ്റൂല. അജ്ജാതി അദ്കാറുകളൊക്കെ അവിടെ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ വന്നിട്ട് ഒരുപാട് സമയമായോ എന്ന് ചോദിച്ചപ്പോഴേക്ക് പൊട്ടിത്തെറിച്ചു. അന്തി കല്ലഹിരി ഉമ്മി, എൻ്റെ ഉമ്മാനെ പോലെയാണ്. ഉമ്മാനെ പോലെ എന്ന് പറഞ്ഞാൽ ഭാര്യൻ്റെ അടുത്തേക്ക് പോകണ ഇമ്മാൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? അത് തൊലാഖിൻ്റെ മറ്റൊരു വശം ലിഹാർ. അങ്ങനെ ആ വിഷയത്തിൽ വല്ലാതെ വിഷമിച്ചു. ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹ അവിടെ നിറങ്ങി നേരെ പോയി എവിടേക്ക്? ഇലാ ജനാബി റസൂലില്ലാഹ്, ഹബീബായ മുത്തുനബിയുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ആ ഹബീബിന്റെ ചാര ചെല്ലുമ്പോൾ അന്ന് ഹബീബായ തങ്ങളുള്ളത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ഖൗല ബിൻത് സാലബ രണ്ട് മക്കളുടെ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ ചെന്ന് ആവലാതി പറയാൻ നിന്നപ്പോൾ ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, മുത്തുനബിയെ, ഖൗല വല്ലാത്ത പ്രയാസത്തിലാണ്. ഖൗല ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്ന് അവരെ എൻ്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് വന്നിട്ട് എന്നെ വിളിച്ചപ്പോ എൻ്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. പക്ഷേ ഔസ് എന്ന എൻ്റെ ഭർത്താവ് വന്ന് വിളിച്ചപ്പോൾ ഞാൻ ദുആയിലായിരുന്നു. അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഭർത്താവ് ഔസ് എന്നവരെന്നെ ലിഹാർ ചെയ്തിട്ടുണ്ട് നബിയെ, അത് ത്വലാഖാകുമോ? ഖൗല ബിൻത് സാലബ റളിയല്ലാഹു അൻഹ ചോദിക്കാം മുത്തുനബിയോട്. അന്ന് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ തലയിലൂടെ മുടിയിഴകളിലൂടെ ഇങ്ങനെ കൈ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഖൗല ബിൻത് സാലബ കയറി ചെന്നിട്ട് ഇത് ചോദിക്കുന്നത്.
മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, അതെ അത് ത്വലാഖാൻ. ഖൗല ബിൻത് സഅലബ പറഞ്ഞു, മുത്തുനബി അങ്ങനെ പറയല്ലേ, അങ്ങനെ നിങ്ങൾ പറയരുത് ഹബീബേ, അത് ത്വലാഖാകുമോ? വീണ്ടും പറഞ്ഞു, അതെ ത്വലാഖാൻ. 2-3 തവണ ആവർത്തിച്ചപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വളരെ ദേഷ്യത്തോടെ ചോദിച്ചു, ഖൗല പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അത് ത്വലാഖാണെന്ന് മുത്തുനബി നിന്നോട് പറഞ്ഞില്ലേ ഖൗല? ഇനി എന്തേ വീണ്ടും മുത്തുനബിയെ പ്രയാസപ്പെടുത്തുന്നത്? മാറ് ഖൗല എന്ന് പറഞ്ഞ് ആയിഷ ബീബി ഖൗല ബിൻത് സഅലബയെ ആട്ടി ഓടിക്കുകയാണ്. എന്നിട്ടോ ആയിഷ ബീവി ആട്ടി ഓടിക്കുമ്പോൾ വേറൊരു സംഗതി കൂടി ചിന്തിക്കണം. ആയിഷ ബീവിനെ റസൂലുള്ളാഹിക്ക് കല്യാണം ആലോചിച്ച് കെട്ടിച്ചു കൊടുത്ത ബ്രോക്കർ ആരാണ്? ഈ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ വല്ലാതെ പ്രയാസപ്പെട്ടു. ആ സമയത്താണ് സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് ഇറങ്ങുന്നത്, സൂറത്തുൽ മുജാദല. സൂറത്തുൽ മുജാദല അവതരിക്കാനുണ്ടായ കാരണം അതാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മുജാദല എന്ന് പറഞ്ഞാൽ തന്നെ തർക്കം എന്നുള്ളതാണ്. അപ്പോൾ ആ മുജാദല എന്ന ഏതാ മുജാദല സൂറത്ത്? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. പേടിക്കണ്ട, ഓതിയൊക്കൊന്നും വേണ്ട, അവിടെ ഉണ്ടല്ലോ, സമാധാനമുണ്ട്. ഏയ് പെരയിലുള്ള ഖുർആനിലൊക്കെ ഈ സംഗതി ഉണ്ട്. ആരും ഓതി നോക്കണ്ട. എന്തേ ആരും ഓതി നോക്കണ്ട, ഖുർആനിലുണ്ടല്ലോ അല്ലേ? പൊന്നു ഹബീബിങ്ങളെ ഖുർആന്റെ മാസമാണ്. ഒരു പേജാണ് പറ്റണമെങ്കിൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓതിക്കൊണ്ടി. അതുകൊണ്ട് ഈ അധ്യായം ഇറങ്ങാൻ തന്നെ കാരണം എന്തിലാണ്? അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു? 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഖൗല ബിൻത് സഅലബയെ തിരിച്ചെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുസ്തഫ നബി തങ്ങൾക്ക് വിവരം കൊടുത്തു. നോക്കാൻ നിങ്ങൾ, ഒരു പെണ്ണിൻ്റെ ആത്മധൈര്യമാണിത്. അതാണ് ദുആഇൻ്റെ പവർ. ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ഒയന്ന ചിന്ത പോരാ എന്നുള്ളത് ഒരു പാഠം. മറ്റൊന്ന്, നമ്മുടെ തീരുമാനങ്ങൾ ദൃഢമായിരിക്കുകയാണെങ്കിൽ പടച്ച റബ്ബിൻ്റെ സഹായം ഉണ്ടാകും എന്നത് മറ്റൊന്ന്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഈ ചെറുപ്പക്കാരൻ ഒരു സെക്കൻഡ്, 1 2 അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ഇടയിലാണ് വലിയൊരു പരിവർത്തനം ഉണ്ടായത്. അത് സുർക്കാണെന്ന് പറഞ്ഞു. പറയണതിൻ്റെ മുന്നേ പറഞ്ഞു, റബ്ബേ ഈ ഉമറിൻ്റെ മുമ്പിൽ എന്നെ കേച്ചിലാക്കി തന്ന, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്യൂല. തെറ്റ് ചെയ്തോ? ഇല്ല. അത് മുതലാണ്ട് നന്നായി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കബൂലാക്കും. നമുക്ക് തോന്നാണ് റബ്ബ് ഇനി എന്നെ ഏറ്റെടുക്കൂല. ഇനി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇനി ഇവിടുന്ന് ആരും എണീക്കരുതിട്ടാ. മൂത്രയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എണീച്ച് പോവാം. നമ്മളെ ബദരീങ്ങളെ ആണ്ടാണ് വരുന്ന ചൊവ്വാഴ്ച. അരി ഇവിടെ റെഡിയാണ്. പക്ഷെ അതൊന്ന് ബിരിയാണി ആക്കണമെങ്കിൽ വെറുതെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇറച്ചി അതിലേക്ക് വേണം. അപ്പോൾ ഒരു 2000 രൂപ വീതം അതിലേക്ക് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാണ്. ഒരു 2000 രൂപ വീതം തരാൻ പറ്റിയവരുണ്ടെങ്കിൽ ഇറച്ചിയും ഇതൊക്കെ കൂട്ടി ബിരിയാണി ആക്കില്ലേ. അപ്പം നല്ല നെയ്ച്ചോറാണ്ട് വെച്ചാറുണ്ട്. പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ. 2 മതിയോ കുഞ്ഞോ? അത് 2 പോരല്ലോ. കുഞ്ഞുൻ്റെ ഒരു 3000 രൂപ ഉണ്ടായിക്കോട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു പ്രയാസങ്ങളൊക്കെ തീർത്ത് തരട്ടെ. അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പരിശുദ്ധ ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി വീരേതിഹാസം രചിച്ച സ്വഹാബുൽ ബദരീങ്ങൾ അള്ളാഹുവേ അവരുടെ കാവല് നൽകണേ അല്ലാ. അവരുടെ മദത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഇനി ആരാണ് 2000 രൂപ എനിക്ക് തരാൻ പറ്റിയൊരു? നമ്മളിനി അതിന് വേണ്ടി ഇങ്ങനെ നടക്കണ്ടല്ലോ. നമ്മളൊന്നാണ് ഒരുങ്ങാൻ നടക്കൂല സംഭവം. 2000 രൂപ തരാൻ പറ്റിയൊരു? ഇനി 2000 രൂപ തരാൻ പറ്റിയൊരാരുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു 1000 രൂപ തരാൻ പറ്റിയൊരുന്ന് കൈവന്തിച്ചാണ്. ഒന്ന് ഇത് എഴുതി നിങ്ങളാരെങ്കിലും? ആരാ എഴുതണം? അതാ 1000 രൂപ. നമ്മളെ പ്രസിഡന്റ് 1000 രൂപ. നിങ്ങളെ ബാക്കിലുള്ള 1000 രൂപ. പിന്നെ ഇനി ആരാണ്? നമ്മളെ കുഞ്ഞുമോൻക്കൊരു 1000 രൂപ. പറഞ്ഞു എന്തേന്ന് നിങ്ങളെ പേര്? അലിക്കുട്ടി അല്ലേ? അലിക്കുട്ടിയാൾക്ക് ഒരു 1000 രൂപ. എന്തായാലും ഇറച്ചികളുടെ കായ് ഇവിടുന്ന് റെഡിയാക്കിയിട്ട് ഞങ്ങളെ പറഞ്ഞേക്കുള്ളൂ. അത് വേറെ കാര്യം. അപ്പം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാനാണ്ട് പറയും ഇവിടുന്ന് ഓരോരുത്തരെ വിളിച്ചിട്ട്. പിന്നെ എഴുതിയാ ഇനി ആരാണ് ഒരു 1000 രൂപ തരാൻ പറ്റിയിട്ടുള്ളത്? 1000 രൂപ. സുഹാബുൽ ബദറിൻ്റെ പേരെന്തേന്നു? അമീൻ ഒരു 1000 രൂപ. വേറെ അമീൻ ഉണ്ട് അവിടെ? ഞാൻ അമീനാണ്ട് മാറ. എന്താ വീട്ടുപേരെന്തേന്നു? അല്ലെങ്കിൽ ഇനീഷ്യൽ എന്തേന്നു? PP അല്ലേ?
PP അമീൻ 1000 രൂപ. പിന്നെ ആരാണ്? 1000 രൂപ അസ്ഹാബുൽ ബദറിൻ്റെ പരിശുദ്ധമായ ആണ്ട് നേർച്ചയിലേക്കാണ് ചോദിക്കുന്നത്. ഈ ഇരിക്കണതിലൊന്നും തരാൻ പറ്റാത്തവരാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്താണ് അത് കൊടുത്തപ്പോൾ തന്നെ കുറയില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 1000 രൂപ തരാൻ പറ്റിയൊരു ഇഞ്ഞാരുള്ളത്? 1000 രൂപ അസ്ഹാബുൽ ബദറിൻ്റെ, കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ ദീൻ അവിടെ സംസ്ഥാപിച്ചതിൽ മുഖ്യമായ പങ്കുവഹിച്ച ആളുകളാണ് ആര്? അസ്ഹാബുൽ ബദരീങ്ങൾ. അള്ളാഹു ഇപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പം നമുക്കതൊക്കെ വലിയ പ്രയാസമായിട്ട് തോന്നും. പഴയ കാലത്ത് നമ്മളെ വല്യമാരും വല്യപ്പാരൊക്കെ നമ്മളെ മൂക്കിലൊന്ന് നന്നായി ചീരാപ്പ് വരുമ്പോൾ പഠിച്ചോനെ ബദരീങ്ങളെ അക്കൗണ്ടിൻ്റെ കുട്ടിൻ്റെ ശിഫാക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ അത്യാവശ്യം നീച്ചിക്കാനും പറക്കാനൊക്കെ പറ്റി നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ബദരീങ്ങളെ പറ്റൂല. ഇപ്പം നമുക്ക് ബദരീങ്ങളെ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവരുത്. 500 രൂപ തരാൻ പറ്റിയതെന്ന് കൈവന്തിച്ചാണ്. 500 രൂപ തരാൻ പറ്റിയതെന്ന് മാസം ഒന്ന്. പിന്നെ മൊയ്തീൻ കോയസ് അത് ഇവിടെ പറയും. യഹ്യ പുസ്തകം നോക്കി 500 നമ്മളെ സക്കരിയ പ്രയാസമുണ്ടെന്നൊക്കെ ഞാൻ അറിയും. പടിഞ്ഞാറ് ഭാഗം കുറച്ച് ബുദ്ധിമുട്ടിലാണ്, മീനില്ല എന്നുള്ളതൊക്കെ അറിയാഞ്ഞിട്ടല്ല. എന്തായാലും അള്ളാഹു നല്ല പരിഹാരം തരട്ടെ. മാഷും അതുപോലെ ഇറച്ചി വാങ്ങിയിട്ട് കീമ ഉണ്ടാക്കേണ്ടി വരാവട്ടാ. അപ്പോൾ ₹500 അത് നമ്മൾ അതിരാണ്ടിയാക്ക എഴുതിയില്ലേ? 2 വട്ടം എഴുതണ്ട കേട്ടോ, ഒറ്റ വട്ടം എഴുതിയാൽ മതി. ഞാനാണ് 500 രൂപ അതിലേക്ക് നൽകാൻ പറ്റിയവരുള്ളത് ഒക്കെ കൊടുത്തോളി. ഒന്നും നഷ്ടപ്പെടുന്നു വിചാരിക്കണ്ട കേട്ടോ. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. അത് വാങ്ങാം. ഇനി ഇവിടെ ആരാണ് എഴുതിക്കാനുള്ളത് നോക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാണ് 500 രൂപ തരാൻ പറ്റിയവരുള്ളത്? കോയൊക്കെ ഞങ്ങളെ പള്ളിയിൽ ആണ്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ തരില്ലാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇനി ആർക്കാണ് കൊടുക്കാൻ പറ്റിയതുള്ളത്? പറഞ്ഞില്ലേ, എഴുതിയില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച അസ്ർക്ക് ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാൻ എല്ലാവരും ഇവിടെ വരിക. നമുക്ക് ബദരീങ്ങളെ മൗലിദൊക്കെ ഓതണം. അള്ളാഹു ചെയ്യട്ടെ, അവരുടെയൊക്കെ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്ന ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു വിഷമം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം പ്രയാസം നമ്മളെ നാട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും നമ്മളെ ഓർമ്മയിലും അനുഭവത്തിലും ഇല്ലാത്തതാണ്. അപ്പോൾ അത്രയും പ്രയാസം ഉണ്ടായത് കൊണ്ടായിരിക്കാമല്ലോ അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. റബ്ബിൻ്റെ റിസ്ക്കിൻ്റെ ബാബുകളൊക്കെ നമ്മളെ മുമ്പിലേക്ക് അള്ളാഹു തുറന്നു തരട്ടെ. എല്ലാവരും എഴുന്നേറ്റാണ്. ഏതായാലും 500,000 ഇപ്പം നിങ്ങളെ കയ്യിലില്ലാത്തുള്ളൂ. എന്നാൽ കയ്യിലുള്ളതുണ്ട് തരി. അള്ളാഹു എന്ത് ചെയ്യട്ടെ, പരിശുദ്ധ റമദാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10ൻ്റെ വെള്ളിയാഴ്ച അള്ളാഹ് വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എല്ലാവരുടെ കയ്യിലുള്ളതിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഭാവനയുടെ കയ്യിൽ ഏൽപ്പിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അസ്ഹാബുൽ ബദറിൻ്റെ കാവൽ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ. പ്രയാസപ്പെടുത്തൽ തമ്പുരാനെ, എല്ലാ പ്രതിസന്ധികളെ തൊട്ടും കാക്കണേ അല്ലാ. അസ്ഹാബുൽ ബദറിന്റെ കാവല് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഉള്ളതിൽ നിന്ന് ഈ നൽകുന്നത് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഈ പരിശുദ്ധമായ സദഖയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തരണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ
وعلى آل سيدنا ومولانا محمد أرحم الرحمن الملك الجبار രാജാതിരാജനായ അല്ലാഹുവേ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളിവിടെ ഇത്രയും സമയം ഒരുമിച്ച് കൂടിയിട്ട് ഇത്രയും സമയം ഈ പള്ളിയിൽ ചിലവഴിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹുവേ. റമളാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ പ്രതികൂലമായി സാക്ഷി പറയുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാഹുവേ. ഇവിടെ ജുമാക്ക് ശേഷം ഒരുപാട് ആളുകൾ പള്ളിയിലേക്ക് സംഭാവന നൽകിയതിനെ കുറിച്ച് പറഞ്ഞു. അവരുടെയൊക്കെ മുറാദുകൾ നീ ഹാസിലാക്കണേ അസ്ഹാബുൽ ബദറിൻ്റെ ആണ്ട് നേർച്ചയിലേക്ക് സംഭാവന നൽകിയവർ, ഉള്ളതിൽ നിന്ന് നൽകിയവർ അല്ലാഹുവേ എല്ലാവരെയും നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അസ്ഹാബുൽ ബദറിൻ്റെ കാവൽ നൽകണേ റബ്ബേ. വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാഹുവേ. പരിശുദ്ധമായ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ദർബാറിലേക്ക് കൈകളുയർത്തി ഞങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകണേ അല്ലാഹുവേ. പരിശുദ്ധമായ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ദർബാറിലേക്ക് കൈകളുയർത്തി ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളെ ഖൽബിൽ ഈമാൻ നിറക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും ഇസ്തിഗ്ഫാറിൻ്റെയും മഹത്വങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത മജ്ലിസാണ്. അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ. പരിശുദ്ധ റമളാൻ ഷരീഫിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ ഇബാദത്തുകളൊക്കെ കറകളഞ്ഞതാക്കി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് അല്ലാഹുവേ. നിന്നെ ധിക്കരിച്ചു കൊണ്ടൊന്നും ചെയ്തതല്ല, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ വന്നു പോയതാണല്ലോ. ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ. ഞങ്ങളോട് കരുണ കാണിക്കണേ അടിയങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹുവേ. അടിയങ്ങളോട് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കണം റഹ്മാനെ. അല്ലാഹുവേ മഹല്ലത്തിൽ ദീനിയായ പുരോഗതി നൽകണേ അല്ലാഹുവേ. എല്ലാവിധ ശർറുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. പള്ളിയിൽ കാർപ്പറ്റ് വിരിക്കാൻ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തന്നവര് ഖൈറായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അതിനുവേണ്ടി ആരൊക്കെ സാമ്പത്തികമായി സഹായിച്ചോ അവർക്കൊക്കെ നീ പ്രതിഫലം നൽകണേ റഹ്മാനെ. പരാജയപ്പെടുത്തല്ലേ അല്ലാഹുവേ. ഞങ്ങളൊക്കെ ഇൽമും അമലും കുറഞ്ഞവരാണ്. ചെയ്യുന്ന ഇബാദത്തിലെ പോരായ്മകളൊക്കെ ഞങ്ങളിൽ നിന്ന് പരിഹരിക്കണേ റബ്ബേ. അല്ലാഹുവേ സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ ആയിനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ നമ്മാമീങ്ങളെ നമീമത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹുവേ. ഞങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് നൽകണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ മർഹമത്ത് നൽകണേ കണ്ണെത്താത്ത ദൂരത്തോളം ഖബർ വിശാലമാക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് 4 അക്ഷരം പഠിപ്പിച്ചു തന്ന വന്യരായ ഞങ്ങളെ ഉസ്താദുമാര് പലരും ഇന്ന് ഖബറിലാണല്ലോ. ബർസഖിയായ ലോകം നീ സന്തോഷത്തിലാക്കണേ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ദീനീ ഖിദ്മത്തിന് ആയുരാരോഗ്യ സൗഖ്യവും നൽകണേ ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളൊക്കെ ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണ്, ഒരുപാട് അമല് കുറഞ്ഞു പോയവരാണ് അല്ലാഹുവേ. ഞങ്ങളെ നാളെ നരകത്തിൻ്റെ വിറകുകളാക്കല്ലേ ഈ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പാവങ്ങളായ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. പരിശുദ്ധമായ മജ്ലിസിൻ്റെ ശബ്ദം കൊണ്ട് ഇതിൽ പങ്കാളി
പങ്കാളികളാകുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഖൈർ നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ അവസരം നൽകണേ അല്ലാ. അല്ലാഹുവേ, കടലിൻ്റെ മക്കൾ പ്രയാസത്തിലാണ്. അല്ലാഹുവേ, റസ്സാഖായ ഫത്താഹായ അല്ലാ, നിന്റെ റിസ്ഖിൻ്റെ വാതിലുകളൊക്കെ തുറക്കണം റഹ്മാനെ. സമാധാനം നൽകണേ അല്ലാ. പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കല്ല റബ്ബേ. ബറക്കത്തിൻ്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ. ഞങ്ങളിൽ വന്നു പോകുന്ന തെറ്റുകൊണ്ടാണ് നിന്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് തരാത്തതെങ്കിൽ അല്ലാഹുവേ, പാവങ്ങളായ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാ, ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ. ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിൻ്റെ മുമ്പ് മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ച ഞങ്ങളെ ഖിബ്ലയാകുന്ന പരിശുദ്ധ കഅബ ശരീഫ് കൺകുളിർക്കെ കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഹബീബ് അന്തിയിറങ്ങുന്ന മദീന കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബി നടന്ന മത്താഫിലൊന്ന് തവാഫ് ചെയ്യാൻ, അവിടുന്ന് ആയിരക്കണക്കായ സ്വഹാബത്ത് തവാഫ് ചെയ്ത മത്താഫിലൊന്ന് തവാഫ് ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد.